14-ാം വയസ്സിൽ നടത്തിയ കൊലപാതകം 39 വർഷങ്ങൾക്ക് ശേഷം ഏറ്റുപറഞ്ഞ് മുഹമ്മദ് അലി. കുറ്റബോധം ചുട്ടുപൊളിച്ച് ഉറക്കം നഷ്ടപ്പെട്ടതോടെയാണ് പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി കുറ്റം ഏറ്റുപറഞ്ഞത്. ജൂൺ 5-നാണ് മുഹമ്മദ് അലി വെങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത്. 1986-ൽ കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ ഞാൻ കൊന്നതാണ്. 116/86 രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഫയൽ പൊടിതട്ടിയെടുത്ത പോലീസിന് ഇനി കണ്ടെത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്: മരിച്ചത് ആരാണ്? ജൂൺ 5-നാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മൂത്ത മകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നും 14-ാം വയസ്സിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ മുഹമ്മദ് അലി പോലീസിനൊപ്പം കുടഞ്ഞേരിയിൽ എത്തി കൊല നടന്ന സ്ഥലവും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. 1986 നവംബർ അവസാനമായിരുന്നു സംഭവം നടന്നത്. കൂടരഞ്ഞിയിലെ ദേവസ്യ എന്ന ആളുടെ പറമ്പലിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ 14 വയസ്സ് മാത്രമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തി എന്നായിരുന്നു മൊഴി. സ്ഥലത്ത് നിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി 2 ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങിയ ആൾ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. അപസ്മാരം ഉണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമാകുമെന്നാണ് നാട്ടുകാരും പറഞ്ഞതോടെ പോലീസ് അങ്ങനെ കേസെടുക്കുകയായിരുന്നു. മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കൾ ആരും തന്നെ എത്തിയതുമില്ല. തുടർന്ന് അജ്ഞാത മൃതദേഹവുമായി സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്യുകയായിരുന്നു. RDO ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും അന്നത്തെ പത്രവാർത്തകൾ നോക്കിയും മരിച്ചത് ആരായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തിരുവമ്പാടി CA പ്രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഇരിട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. മലയാള മനോരമയിൽ 1986 ഡിസംബർ 5-ന് വന്ന വാർത്ത മാത്രമാണ് ഇതുവരെ ലഭിച്ച തെളിവ്. കൂടരഞ്ഞേരി മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലിലെ ചെറുതോട്ടിൽ യുവാവിന്റെ ജഡം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 20 വയസ്സ് തോന്നിക്കും. ഇവിടെ നിന്നാണ് ഇനി പോലീസ് അന്വേഷണം തുടരേണ്ടത്.